2020 ദുബായ് RTA ലോഞ്ച് ചെയ്ത ബസ് ഓൺ ഡിമാൻഡ് എന്ന് പറയുന്ന സർവീസ് ഇപ്പോൾ ദുബായ് എമിറേറ്റില് 10ഓളം ഏരിയകളെ കവർ ചെയ്യത്തക്ക വിധത്തിൽ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ദുബായ് RTA അറിയിച്ചിട്ടുള്ളത്. 2020 ഇത് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഘട്ടം ഘട്ടമായി ബിസിനസ് ബേ, ഡൗൺ ടൗൺ ദുബായ് ഏരിയ അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് ഇപ്പോൾ 10 ഏരിയകളെ കവർ ചെയ്യുന്ന വിധത്തിലാണ്. ഇതില് ബർഷ ഹൈറ്റ്സും ഊദ്മേത്ത ഏരിയയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം RTA അറിയിക്കുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു റൈഡിന് 5 ദിറംസ് മാത്രമാണ് പേ ചെയ്യേണ്ടി വരിക എന്നുള്ളതാണ്. പിന്നെ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബസ് ഓൺ ഡിമാൻഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അതിലൂടെ നിങ്ങൾ നിൽക്കുന്ന സ്ഥലം ഏതാണ്, ദെൻ നിങ്ങൾക്ക് എങ്ങോട്ടാണ് യാത്ര ചെയ്യേണ്ടത് എന്ന് കറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും അടുത്ത പോയിന്റിൽ ഈ ഒരു ബസ് എത്തുകയും നിങ്ങളെ അവിടെ നിന്ന് നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഒരു പൂളിംഗ് മെത്തേഡിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയ്ക്കും ബജറ്റ് ഓറിയന്റഡ് ആയിട്ട് ഈ ഒരു സർവീസ്, ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ മോഡ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇപ്പോൾ ഏതൊക്കെ ഏരിയകളിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് സർവീസ് അവൈലബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൽബർഷ, ദുബായ് സിലിക്കൺ ഒയാസിസ്, ദെൻ അൽ നഹദ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡൗൺ ടൗൺ ദുബായ് ഏരിയ, ബിസിനസ് ബേ ഏരിയ, ഇവിടെയൊക്കെ ഒരു സർവീസ് അവൈൽ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് നോൾ കാർഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു സർവീസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഏറ്റവും ക്രൗഡഡ് ആയിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയാസിൽ അല്ലെങ്കിൽ ഓഫീസ് ഏരിയാസിൽ നിന്നും ട്രാൻസ്പോർട്ട് ഹബ്സിലേക്കും തിരിച്ചൊക്കെ നിങ്ങൾക്ക് കമ്മ്യൂട്ട് ചെയ്യാനായിട്ട് ഇത് ഗുണകരമായിട്ടുള്ള ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ആണ്. അപ്പോൾ കഴിഞ്ഞ 5 വർഷമായിട്ട് ദുബായിൽ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ നിരവധി പേര് ബസ് ഓൺ ഡിമാൻഡ് യൂസ് ചെയ്തിട്ടുണ്ടാവും. അവരുടെ ഒപ്പീനിയൻ എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. കാരണം ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ, ഇത്തരത്തിലുള്ള നിങ്ങളുടെ റിവ്യൂസ് ബാക്കിയുള്ളവർക്കും യൂസ്ഫുൾ ആവും.